ഹലോ, വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. അത് കൂടാതെ കോംബോ ആയിട്ട് നമ്മുടെ ഒരുപാട് നല്ല അടിപൊളി ബൊഗെയിൻവില്ല പ്ലാന്റ്സ് പുതിയത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു 10 കോംബോയ്ക്കൊക്കെ വേണ്ട പ്ലാന്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. 10 അടിപൊളി വെറൈറ്റി പ്ലാന്റാണ് ഈ പ്രാവശ്യം കോംബോയ്ക്ക് നമ്മൾ ഇതുവരെ ഇടാത്ത ടൈപ്പ് പ്ലാന്റുകളൊക്കെയാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മിച്ചൂസ് ഗാർഡനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, സിൻഡായി വൈറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി പുതിയ വെറൈറ്റി ബൊഗെയിൻവില്ലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് അധികം ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അടുത്ത സീസൺ ആകുമ്പോൾ അത്യാവശ്യം ഇറങ്ങി വരുമായിരിക്കും. അതുപോലെ ഒരു അടിപൊളി വെറൈറ്റിയാണത്. 1000 രൂപയാണ് സിൻഡായി വെറൈറ്റിയുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ. നല്ല ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. നല്ല വെരിഗേറ്റഡ് ഗ്രീനും യെല്ലോവും മിക്സ് ആയിട്ടുള്ള വെരിഗേറ്റഡ് ലീഫോട് കൂടിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സിൻഡായി വൈറ്റ്. വൈറ്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിൻഡായി വൈറ്റ് നമ്മുടെ ഇവിടെ അധികം ഇറങ്ങാത്ത ടോപ്പസ്റ്റ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി പെട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരെണ്ണം മാത്രമേ പൂവായിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ സെയിലിനിട്ടത് കേട്ടോ. പിന്നെ ഒരുപാട് ടോപ്പ് റെയർ തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റി അഗ്ലോണിമ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. റെയർ ആയിട്ടുള്ള പ്ലാന്റ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കോംബോയ്ക്ക് വേണ്ടി ബൊഗെയിൻവില്ലകൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇവരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട പ്ലാന്റുകളാണ്. നമ്മളിത് പുറത്തുനിന്ന് വന്ന പ്ലാന്റുകളാണ്. വന്നപ്പോൾ വെറും കമ്പുകളൊക്കെ ആയിട്ട് വന്ന പ്ലാന്റുകളാണ് കേട്ടോ. അവരെല്ലാവരും നല്ല നിറയെ ഇലകളൊക്കെ നമുക്ക് തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സീസൺ വരെ നിൽക്കുമ്പോഴേക്കും പടർന്ന് പന്തലിക്കുമെന്നൊരു തോന്നി തുടങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചൊക്കെ വിറ്റൊഴിവാക്കാം, നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ കോംബോയിൽ ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ദിവസം ഒരു കോംബോ സെറ്റ് ചെയ്യാം കേട്ടോ. മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നനയാതെ വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വളരും കേട്ടോ. ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നനയാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നനയാതെ സൂക്ഷിച്ച് ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് തുടക്കം മുതലേ പൂക്കൾ നൽകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി കോംബോയാണ്. 20 വെറൈറ്റി അഗ്ലോണിമ വെറും 1500 രൂപയ്ക്ക്. 1500 രൂപയ്ക്ക് 20 വെറൈറ്റി അഗ്ലോണിമയാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത്. സത്യത്തിൽ നമുക്ക് ഈ 1500 രൂപയേക്കാൾ കൂടുതൽ മുതൽ മുടക്കുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇവയെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതിനേക്കാൾ ഒരുപാട് എക്സ്പെൻസ് കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. പറ്റിയതെന്താണെന്ന് വെച്ചാൽ ബൊഗെയിൻവില്ല സീസണിൽ അത് ഇങ്ങനെ കുറേ സ്റ്റോക്ക് അഗ്ലോണിമ വെച്ചിട്ട് അത് വിൽക്കാതെ ബൊഗെയിൻവില്ല എടുത്ത് വിറ്റുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് പോസ്റ്റ് ഇടാൻ വയ്യാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ഇവരെല്ലാം കുറേ പേര് ഒട്ടും നോക്കിയില്ല. അങ്ങനെ നോക്കാതെ വന്നപ്പോൾ ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ അഗ്ലോണിമ നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇവരെ കൃത്യമായി നോക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടായ കുഴപ്പമാണ്. എന്നിട്ടും ഇവരൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ടോപ്പ് റെയർ ആയിട്ടുള്ള തായ്ലൻഡ് വെറൈറ്റി നല്ല ടോപ്പ് റെയർ വെറൈറ്റി കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാന്റ്സ് നമുക്കിടയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് വെക്കാനായിട്ട് സ്ഥലം ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടുന്നതാവട്ടെ എന്ന് കരുതി, നഷ്ടപ്പെടുന്നതിലും ഭേദമാണല്ലോ എന്ന് കരുതി നമ്മൾ ചെറിയ വിലയ്ക്കാണ് കോംബോ ഇട്ടിരിക്കുന്നത് കേട്ടോ. സുമാത്രയുടെ പ്ലാന്റൊക്കെയാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമയെ സ്നേഹിക്കുന്നവർക്കറിയാം, അത്യാവശ്യം ഒരു 500-550 റേഞ്ചുള്ള പ്ലാന്റാണ് ഈ ഒരു സൈസ് വരുന്ന സുമാത്ര എന്ന് പോലും നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ അതിനെ വരെ നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നല്ല അടിപൊളി 20 വെറൈറ്റി ഉണ്ട്. തായ് ഫ്രോസൺ ഉണ്ട്, കോങ്കോ റെഡിൻ്റെ ഉണ്ട്, ജയ്പോങ്ങിൻ്റെ റെഡിൻ്റെ ബൗളുണ്ട്, ജയ്പോങ് റെഡിൻ്റെ നീണ്ട ലീഫുള്ളതുണ്ട്, റെഡ് എമറാൾഡ് ഉണ്ട്. അങ്ങനെ നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ ഈ കോംബോയിൽ നമ്മളിന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. 20 പ്ലാന്റ് ഉണ്ട്, 1500 രൂപ. പിന്നെ കൂടാതെ കൊറിയർ ചാർജും കൂടെ നിങ്ങൾ നൽകണം കേട്ടോ. അപ്പോൾ നമുക്ക് DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ബ്ലൂ ഡാർട്ട് വഴിയൊക്കെ നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് DTDCക്കാർ ഒരല്പം ഉഴപ്പാണ്. അവരൊരു ഉത്തരവാദിത്തം, നമ്മൾ പ്ലാൻസ് വളരെ ആത്മാർത്ഥമായി പൊതിഞ്ഞ് അവരെ കൊണ്ട് ഏൽപ്പിച്ചാലും അവരത് അയക്കുന്നത് നമുക്കത്ര സേഫായിട്ട് കിട്ടാതെ കുറച്ച് ഡിലേ ഒക്കെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പ്ലാന്റ് അയച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ലിപ്പിട്ട് തന്നുമ്പോൾ തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇവരിതെന്താണ് അവസ്ഥയെന്ന് നമുക്കറിയാൻ നമുക്ക് അല്ലാതെ സാധിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും പ്ലാന്റ് ഡാമേജ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ട്രാക്ക് ചെയ്ത് നോക്കുക. സ്ലിപ്പ് കിട്ടി കഴിയുമ്പോൾ തന്നെ ഇൻ ട്രാൻസിസ്റ്റ് കാണിക്കുന്നില്ല, ഡിലേ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ അറിയിക്കണം കേട്ടോ. ഇനി പ്രൊഫഷണൽ കൊറിയറും അത്യാവശ്യം കേരളത്തിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കൊറിയറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും എനിക്കിപ്പോൾ തോന്നുന്നു DTDCയേക്കാളൊക്കെ സേഫാണ് സ്പീഡ് പോസ്റ്റും പ്രൊഫഷണലും. അവർ കുറച്ചും കൂടിയൊക്കെ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കൊരു വലിയ തുകയുടെ ചെടി നമ്മൾ അയച്ചിട്ട് DTDCക്കാർക്ക് അത് എവിടെ പോയി എങ്ങനെ പോയി എന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മളതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയിരുന്നു. കാരണം വലിയ തുകയുടെ ചെടിയായിരുന്നു. അവർക്കത് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അന്വേഷണത്തിൻ്റെ പുറകിൽ ഒരാഴ്ച കഴിഞ്ഞ് സാധനം കിട്ടി, കസ്റ്റമർക്കും പ്രയോജനപ്പെട്ടില്ല, നമ്മളുടെയും കാശ് പോയി, കസ്റ്റമറുടെയും കാശ് പോയി. രണ്ടാളും കൂടി അത് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആളായതുകൊണ്ട് നമ്മുടെ കയ്യിലെ തെറ്റല്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നെ സഹായിച്ചു. അവരെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ DTDC കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ എഴുതി വെച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല, കസ്റ്റമറുടെയും സെല്ലറുടെയും റിസ്കിൽ മാത്രം നിങ്ങൾ അയക്കുകയാണെങ്കിൽ അയച്ചാൽ മതി. നമ്മൾ നമ്മുടെ സ്ലിപ്പിൽ ബൈലോയിൽ നമ്മളിത് പ്രത്യേകം പറയുന്നുണ്ട്, ലൈവ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അവർ ഗ്യാരണ്ടി അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വായടപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, കൊറിയർ അയച്ചു എന്ന് ഞാൻ എന്തായാലും ഞാൻ കൊറിയർ അയക്കണ ദിവസം കസ്റ്റമേഴ്സിനോട് ഇന്ന് അയക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് നമ്പർ വാങ്ങി നിങ്ങൾ അപ്പം തന്നെ ഓൺലൈൻ ചെയ്ത് നോക്കണം. ഏതെങ്കിലും കാരണവശാൽ ഡിലേ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കോങ്കോ റെഡ്, ജയ്പോങ്ങിൻ്റെ നാരോ, ഓറഞ്ച് റെഡ് സ്റ്റാർഡസ്റ്റ്, സുമാത്ര, അങ്ങനെ ഒരുപാട് നല്ല റിഫ്ലക്റ്റർ, ബ്ലാക്ക് ലെഗസി, ഒരുപാട് തായ് ഫ്രോസൺ, മിൽക്കി വേ, ഇങ്ങനെ എല്ലാം നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഈ 15 പ്ലാന്റും സിയാം ഡയമണ്ടിൻ്റെ പ്ലാന്റ് ഉണ്ട്, റെഡ് വെറൈറ്റി തന്നെ 2-3 ടൈപ്പ് ഉണ്ട്, കോബ്രയുടെ പ്ലാന്റ് ഉണ്ട്, അങ്ങനെ ബൗൾ റെഡ് ഉണ്ട്, ട്രൈ കളർ ഉണ്ട്, വിഗ്രോയി ഉണ്ട്, അങ്ങനെ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഹെങ്ങിങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ 20 പ്ലാന്റ് നമുക്ക് കേരളത്തിനകത്താണെങ്കിൽ ഒരു 150 രൂപ കൊറിയർ ചാർജ് ആകുമായിരിക്കും. അപ്പോൾ 1500 + 150 എൻ്റെ ഒരു ഏകദേശ കണക്കാണ്. ആ ഡിപ്പെൻസ് ഓൺ ദ വെയിറ്റ് ആണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ കയ്യിൽ ഈ ഒരൊറ്റ കോംബോ മാത്രമേ നമുക്ക് തരാനായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഈ കോംബോ പ്ലാൻസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.